സ്വാഗതം എല്ലാവർക്കും യുഎസ്എസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് 7ാം തരത്തിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 6ാമത്തെ യൂണിറ്റായ നിർമ്മലമായ പ്രകൃതിക്കായി എന്ന യൂണിറ്റാണ്. ഇൻ ഇംഗ്ലീഷ് ഫോർ എ പൊല്യൂഷൻ ഫ്രീ നേച്ചർ. പ്രകൃതിയെ പറ്റിയിട്ടും പ്രകൃതിയിലെ നിരവധിയായ ഘടകങ്ങളെ പറ്റിയിട്ടും അല്ലെങ്കിൽ പ്രകൃതിയുടെ മഹത്വത്തെ പറ്റിയിട്ടുമൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ കൃത്യമായി പഠിച്ചു പോയത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നു. ശ്രദ്ധിക്കുക, ആദ്യത്തെ ചോദ്യം ഇതാണ്: ലോക മരുവത്കരണ നിരോധന ദിനം എന്നാണ്? ശ്രദ്ധിച്ച് കേൾക്കുക, ലോക മരുവത്കരണ നിരോധന ദിനം എന്നാണ് ചോദ്യം. ഉത്തരം ജൂൺ 17. അതോടൊപ്പം ഒരു ചോദ്യം കൂടി, ലോക പരിസ്ഥിതി ദിനം എന്നാണ്? അല്ലേ, അത് നമുക്ക് അറിയുന്ന ഒരു ചോദ്യമാണ്. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. മണ്ണിൽ ഈർപ്പം നിലനിർത്താൻ കഴിയുന്ന മണ്ണിലെ ഘടകം ഏത്? മണ്ണിൽ ഈർപ്പം നിലനിർത്താൻ കഴിയുന്ന മണ്ണിലെ ഘടകം ഏത്? നമുക്കറിയാം, ഉത്തരം ജൈവ വസ്തുക്കൾ. അല്ലെ, നമ്മൾ തോട്ടത്തിലും അല്ലെങ്കിൽ കൃഷിയിടങ്ങളിൽ നമ്മൾ ജൈവ വസ്തുക്കൾ ആഡ് ചെയ്യാറുണ്ട്. അല്ലെ, ഇലയോ മറ്റു കാര്യങ്ങൾ നമ്മൾ തോല് വെക്കുക എന്ന് പറയും. അതായത് മണ്ണിലെ ഈർപ്പം, ജലത്തിന്റെ അംശം നിലനിർത്താൻ കഴിയുന്ന മണ്ണിലെ ഘടകം ജൈവ വസ്തുക്കളാണ്. ജലം, വായു ഇവയുടെ ശക്തി കാരണം മേൽമണ്ണ് ഒലിച്ചു പോകുന്നതാണ് ഡാഷ്. ജലം, വായു എന്നിവയുടെ ശക്തി കാരണം മേൽമണ്ണ് ഒലിച്ചു പോകുന്നതാണ് ഡാഷ്. നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരം തന്നെയാണ് മണ്ണൊലിപ്പ്, ഇൻ ഇംഗ്ലീഷ് സോയിൽ ഇറോഷൻ. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതെ, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ മണ്ണൊലിപ്പ് തടയാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്, അല്ലേ? മരങ്ങളും ചെടികളും ഇല്ലാത്ത സ്ഥലത്ത് മണ്ണൊലിപ്പ് കൂടാൻ കാരണമെന്ത്? ഉത്തരം ഇതാണ്, ഓർത്തു വയ്ക്കുക. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. മരങ്ങളുടെയും ചെടികളുടെയും പുല്ലുകളുടെയും വേരുകൾ മണ്ണിനെ പിടിച്ചു നിർത്തുന്നു. അതുകൊണ്ടാണ് മണ്ണൊലിപ്പ് തടയാനുള്ള കാരണം. മണ്ണിലെ ജൈവ വസ്തുക്കളെ തിരിച്ചറിയാൻ അതിൽ ചേർക്കുന്ന ഒരു രാസപദാർത്ഥം ഏത്? ഉത്തരം ഹൈഡ്രജൻ പെറോക്സൈഡ്. ഓക്കെ, ഹൈഡ്രജൻ പെറോക്സൈഡ്. പരിസ്ഥിതിയെ കുറിച്ചുള്ള പഠനം, നിരവധിയായ പഠനങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് പരിസ്ഥിതിയെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് എന്താണ് എന്നാണ്. ഉത്തരം ഇക്കോളജി. PHന്റെ പൂർണ്ണ രൂപം എന്ത്? അല്ലെ, നമ്മൾ PH കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു പോയ കാര്യമാണ്. PHന്റെ പൂർണ്ണ രൂപം എന്ത്? ഉത്തരം പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. ഓക്കെ, PH പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ അളവിനെയാണ് PH നമ്മൾ പറയുക. അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, ശുദ്ധജലത്തിന്റെ PH എത്രയാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ ആസിഡും ആൽക്കലികളും എന്ന പാഠത്തിൽ ആസിഡുകളുടെ PH, ആൽക്കലികളുടെ PH ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇവിടെ ശുദ്ധജലത്തിന്റെ PH എത്രയാണ് എന്നാണ് ചോദ്യം. ഉത്തരം 7. ഓക്കെ, മണ്ണിൽ സ്വതന്ത്രമായി കാണുന്ന ഒരു നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയ ഏത്? ഉത്തരം അസെക്ടോബാക്ടർ. ഓക്കെ, അസെക്ടോബാക്ടർ. പയർവർഗത്തിൽപ്പെട്ട ചെടികളുടെ വേരിൽ കാണുന്ന നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയ ഏത്? അല്ലെ, നമ്മള് പരീക്ഷണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ലെ, പയർവർഗ്ഗങ്ങൾ എന്ത് ചെയ്ത് പറിച്ചു നോക്കുമ്പോൾ അതിന്റെ വേരിൽ കുമിള പോലെ കുറെ വസ്തുക്കൾ കാണാൻ സാധിക്കുന്നുണ്ട്, അല്ലേ? ഈ നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയ ഏത് എന്നാണ് ചോദ്യം. ഉത്തരം റൈസോബിയം. ഓക്കെ, റൈസോബിയമാണ് അതിന്റെ ഉത്തരം. വനവൽക്കരണത്തിന് മികച്ച സേവനം നടത്തുന്നവർക്ക് നൽകുന്ന അവാർഡ് ഏത്? വനവൽക്കരണത്തിന് മികച്ച സേവനം നടത്തുന്നവർക്ക് നൽകുന്ന അവാർഡ്. ഉത്തരം ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര. ഓക്കെ, ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര. നെൽപ്പാടങ്ങളിൽ കുമ്മായം ചേർക്കുന്നത് എന്തിന്? അല്ലെ, നെൽപ്പാടങ്ങളിൽ എന്നല്ല, നമ്മൾ തൊടിയിൽ സാധാരണ കുമ്മായം ചേർക്കാറുണ്ട്. ഇത് എന്തിനാണ് ചേർക്കുന്നത്? ഉത്തരം മണ്ണിലെ അമ്ല ഗുണം കളയാൻ വേണ്ടിയിട്ട്, അല്ലെ, അസിഡിറ്റി കളയാൻ വേണ്ടിയിട്ടാണ്
കുമ്മായം ചേർക്കുന്നത്. എന്നിട്ട് ന്യൂട്രൽ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെൽപ്പാടങ്ങളിൽ കുമ്മായം ചേർക്കുന്നത്. ദെൻ നീല സ്വർണം എന്ന പേരിൽ അറിയപ്പെടുന്ന വസ്തു ഏത്? ഉത്തരം ജലമാണ്. ഓക്കെ, ജലമാണ് നീല സ്വർണം എന്ന് അറിയപ്പെടുന്നത്. ദെൻ ജലത്തിന്റെ രാസനാമം. ജലത്തിന്റെ രാസനാമം നമുക്കറിയാം H2O അല്ലെ, ഹൈഡ്രജൻ ഓക്സൈഡ്. H2O ഹൈഡ്രജൻ ഓക്സൈഡ്. ദെൻ പ്രകൃതിയിൽ ദ്രവ്യത്തിന്റെ 3 അവസ്ഥകളിലും കാണപ്പെടുന്ന ഏക പദാർത്ഥം ഏത്? പ്രകൃതിയിൽ ദ്രവ്യത്തിന്റെ 3 അവസ്ഥകളിലും കാണപ്പെടുന്ന ഏക പദാർത്ഥം ജലമാണ്. നമുക്കറിയാം തുടർച്ചയായി ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് എത്രയാണ്? ഡിഗ്രി സെൽഷ്യസിലാണ് ചോദിച്ചിട്ടുള്ളത്. ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് ഉത്തരം 100 ഡിഗ്രി സെൽഷ്യസ്. 100 ഡിഗ്രി സെൽഷ്യസ്. ദെൻ ജലത്തിന് ഏറ്റവും സാന്ദ്രതയുള്ള ഊഷ്മാവ് എത്ര ഡിഗ്രിയാണ്? ജലത്തിന് ഏറ്റവും സാന്ദ്രതയുള്ള ഊഷ്മാവ് എത്ര ഡിഗ്രിയാണ്? ഉത്തരം 4 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഇടവപ്പാതി, കാലവർഷം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് എന്ത്? അല്ലെ, ഇടവപ്പാതി, കാലവർഷം എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്നുണ്ട്. ഇത് അറിയപ്പെടുന്നത് എന്താണ് എന്നാണ് ചോദ്യം. ഉത്തരം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ഓക്കെ, നമ്മുടെ നാട്ടില് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന് ഇടവപ്പാതി, കാലവർഷം എന്ന് പറയുന്നുണ്ട്. ദെൻ ഇതേപോലെ തന്നെയാണ് തുലാവർഷം എന്ന് കേരളത്തിൽ അറിയപ്പെടുന്നത് എന്ത്? ഉത്തരം വടക്ക് കിഴക്കൻ മൺസൂൺ. വടക്ക് കിഴക്ക് മൺസൂൺ നമ്മുടെ നാട്ടിൽ തുലാവർഷം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദെൻ കൃത്രിമ മഴ പെയ്യിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം ഏത്? കൃത്രിമ മഴ പെയ്യിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം ഏത്? ഉത്തരം സിൽവർ അയോഡൈഡ്. ഓക്കെ, സിൽവർ അയോഡൈഡ് ആണ് കൃത്രിമ മഴ പെയ്യിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം. ദെൻ ജലത്തിലെ കോളിഫോം ബാക്ടീരിയ നശിപ്പിക്കാൻ കുടിവെള്ളത്തോടൊപ്പം തിളപ്പിക്കുന്ന സസ്യം ഏത്? ജലത്തിലെ കോളിഫോം ബാക്ടീരിയ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കുടിവെള്ളത്തോടൊപ്പം തിളപ്പിക്കുന്ന സസ്യം ഏത്? ഉത്തരം കൃഷ്ണ തുളസി. ദെൻ ജലത്തിലെ നൈട്രേറ്റ്, കീടനാശിനികൾ എന്നിവ ആഗിരണം ചെയ്യാൻ ജലശുദ്ധീകരണ സമയത്ത് ചേർക്കുന്ന പദാർത്ഥം ഏത്? ജലത്തിലെ നൈട്രേറ്റ്, കീടനാശിനികൾ. ഒക്കെ കൃത്യമായിട്ട് നിങ്ങളത് പരിശോധിച്ചു പോവുക. ഉത്തരം ആ പദാർത്ഥത്തിന്റെ പേര് ചിരട്ടക്കരി. ദെൻ കുടിവെള്ളമായി ഉപയോഗിക്കാവുന്ന ജലത്തിന്റെ pH എത്രയാണ്? കുടിവെള്ളമായി ഉപയോഗിക്കാവുന്ന ജലത്തിന്റെ pH എത്രയാണ്? ജലത്തിന്റെ pH നമ്മൾ നേരത്തെ പഠിച്ചു 7 ആണ്. ഇതിൽ കുടിവെള്ളമായി ഉപയോഗിക്കാവുന്ന ജലത്തിന്റെ സാധാരണ pH ഉത്തരം 6.5 മുതൽ 7.5 വരെ ഓർത്തു വയ്ക്കുക. ദെൻ വാട്ടർ പ്യൂരിഫയറിൽ അൾട്രാ വയലറ്റ് രശ്മികൾ ഉപയോഗിക്കുന്നത് എന്തിന്? ഒന്നുകൂടി വായിച്ചു തരാം. വാട്ടർ പ്യൂരിഫയറിൽ അൾട്രാ വയലറ്റ് രശ്മികൾ ഉപയോഗപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഉത്തരം ജലത്തിലെ അണുക്കളെ നശിപ്പിക്കാൻ. ഓക്കെ, ജലത്തിലെ അണുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അൾട്രാ വയലറ്റ് രശ്മികൾ ഉപയോഗപ്പെടുത്തുന്നത്. ദെൻ ജലശുദ്ധീകരണശാലയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ട ഘട്ടമാണ് ജലത്തിൽ കലർന്നു കിടക്കുന്ന ഖരപദാർത്ഥങ്ങളെ അടിയിക്കുക എന്നത്. അല്ലെ, ഈ ഘട്ടത്തെ പറയുന്ന പേര് എന്താണ്? ജലശുദ്ധീകരണശാലയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ അല്ലെ, ഓരോ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ ജലത്തിൽ കലർന്നു കിടക്കുന്ന ഖരപദാർത്ഥങ്ങളെ അടിയിക്കുക അല്ലെ, ഈ ഘട്ടത്തെ പറയുന്ന പേര് ഉത്തരം കൊയാഗുലേഷൻ. ദെൻ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏത്? ഉത്തരം നൈട്രജൻ. ദെൻ ആഗോളതാപനത്തിന് കാരണമാകുന്ന വാതകം ഏത്? അല്ലേ, ഈ വാതകം ക്രമേണ കൂടുമ്പോൾ അന്തരീക്ഷത്തിൽ ചൂട് കൂടുന്നു. ദെൻ ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ്. ആഗോളതാപനത്തിന് കാരണമാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. ദെൻ ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം ഏത്? ഉത്തരം ഹൈഡ്രജൻ. ശ്രദ്ധിക്കുക, നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്: ബയോഗ്യാസിന്റെ പ്രധാന ഘടകം ഏത്? നമ്മൾ വീടുകളിലും
മറ്റും ബയോഗ്യാസ് നിർമ്മിക്കാറുണ്ട് അല്ലേ? ഈ ബയോഗ്യാസിന്റെ പ്രധാന ഘടകം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം മീഥേൻ. ഓക്കെ, കൃത്യമായിട്ട് നമ്മൾ കുറേ ചോദ്യങ്ങളിലൂടെ കടന്നുപോയി. പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇതൊക്കെ. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് പകർത്തി എഴുതുക. കൃത്യമായിട്ട് USSന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.